കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവാസികത്തോടുകൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ. ഇപ്പോഴും കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കാലിക പ്രസക്തിയുള്ള ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ക്ഷമപ്പെടുന്നത്. ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രസംഗിക്കുന്നവരും കൈയടിക്കുന്നവരും അന്യഭാഷ പറയുന്നവരുമൊക്കെയാണ്. നമ്മൾ ദൈവശക്തിയിൽ ആത്മനിറവിലൊക്കെ നമ്മൾ ആരാധിക്കാം. പലപ്പോഴും അങ്ങനെയൊക്കെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് പലപ്പോഴും വരുന്നൊരു ചിന്തയാണ്, എല്ലാം ഓക്കെയാണ്, പ്രശ്നമില്ല എന്ന് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പോഴും നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. അടുത്ത് പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് എന്ത് ചെയ്യണം, നമ്മൾ പരിശോധിക്കണം. എന്താണ് ദൈവത്തിന് പ്രസാദമുള്ളത്? ആരാധിച്ച് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ബഹളമുണ്ടാക്കി പ്രസംഗിച്ച് പോകുന്നൊരു ആത്മീയ ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് കർത്താവ് നമ്മോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഫലമുള്ളവരായിരിക്കണം. ഏത് ഫലമാണ്? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാനാണ് യോഹന്നാൻ സ്നാപകൻ യഹൂദ ജനത്തോട് പറയുവാൻ തക്കവണ്ണം ഇടവന്നു. അപ്പം നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ, ആത്മാവിൽ അഭിഷേകത്തിൽ ദൈവകൃപയിൽ ആരാധിക്കുന്ന, എനിക്ക് ഒരു പാസ്റ്ററാണ്, പ്രവാചകനാണ്, വിശ്വാസിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്. അതൊരു പക്ഷേ രഹസ്യ ജീവിതമായിരിക്കാം, പരസ്യ ജീവിതമായിരിക്കാം. നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന് യോഗ്യമാകുമെണ്ണമാണോ നമ്മൾ നടക്കുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? 5-ാം അധ്യായമൊക്കെ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് വിശുദ്ധന്മാരുടെ ഉചിതം എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്, അല്ലേ? 5-ന്റെ 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, സ്തോത്രം, വിശുദ്ധന്മാർക്ക് ഉചിതം എന്ന് പറഞ്ഞ് ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. അപ്പോൾ വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്തതാണ് ഈ കാര്യങ്ങൾ, അല്ലേ? അതിന് മുമ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ കൃത്യമായി പറയുന്നുണ്ട്, ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അപ്പം ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ഒക്കെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കാര്യം നമ്മൾ വെളിച്ചത്തിൽ ഉള്ളവരാണ്. കാരണം നമ്മുടെ കർത്താവ് വെളിച്ചമാണ്, അല്ലേ? സ്തോത്രം. അതാണ് പറയുന്നത്, നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായി നടന്നു കൊള്ളുവിൻ, സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പോൾ വെളിച്ചത്തിന്റെ ഫലം എന്തുവാ? നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നതാണ്? 3 കാര്യങ്ങളാണ്. 1 സദ്ഗുണം, 2 നീതി, സ്തോത്രം, 3 സ്തോത്രം, അല്ലെ, സത്യം. ഈ 3 കാര്യങ്ങളാണ് വെളിച്ചത്തിന്റെ ഫലം. എല്ലാ സദ്ഗുണങ്ങളും നമുക്കുണ്ടായിരിക്കണം, അല്ലേ? പത്രോസ് ലേഖനം നമ്മൾ വായിക്കുന്ന സമയത്ത് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പോൾ എന്തിനാ ദൈവം നമ്മളെ വിളിച്ചത്? എന്തിനാ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്? യേശുവിൻ്റെ സദ്ഗുണങ്ങളെ കുറിച്ച് പറയാനാണ്, നല്ല സുവിശേഷത്തെ പറയാനാണ്. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പം നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് കുറ്റം പറയുന്നതല്ല, അത് ക്ഷമിക്കാൻ കഴിയാത്ത പ്രവൃത്തികളല്ല. സ്തോത്രം. ആരെന്തോ ചെയ്യട്ടെ, പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത്, സ്തോത്രം, യു ആർ ഫ്രൂട്ട്ഫുൾ. നിങ്ങൾ ഫലമുള്ളവരാണ്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ ഫലം നിങ്ങളിൽ ഉണ്ട് എന്നാണ് അതിൻ്റെ തെളിവ്. ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിന് പ്രസാദമല്ല, ജീവിതമല്ല നിങ്ങൾ നയിക്കുന്നത് എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ എന്താണ്? എന്ത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ളത്? അത് നമ്മൾ പരിശോധിച്ചറിഞ്ഞ് വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, വെളിച്ചത്തിൽ നടന്നുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തൊരു നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയാൽ അവിടുത്തെ ശക്തിയും കൃപയും ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് പകരണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.